സന്തോഷേട്ടാ, നമ്മളെ കയ്യിലിരിക്കുന്നതാണ് അയ്യപ്പന്റെ വിഗ്രഹം അല്ലേ? അതെ അതെ. ഏത് നോക്കിയ സുഹൃത്തുക്കളെ, എന്തൊരു പെർഫെക്ഷൻ ആണ്. ഈ കാണുന്ന ചിരട്ടയില്ലേ, ഇതുകൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ കയ്യിലുള്ള ഈ ചിരട്ടപ്പുട്ട്. ഇതുപോലെ അനവധി സാധനങ്ങൾ ഉണ്ടാക്കിയ ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക്. സന്തോഷേട്ടാ, നമ്മളെ കയ്യിലിരിക്കുന്നതാണ് അയ്യപ്പന്റെ വിഗ്രഹം അല്ലേ? അതെ അതെ. അപ്പൊ ഇതാണ് ഈ മണ്ഡലകാലത്ത് ഉണ്ടാക്കിയത്. ഏത് നോക്കിയ സുഹൃത്തുക്കളെ, എന്തൊരു പെർഫെക്ഷൻ ആണ്. സന്തോഷേട്ടാ, ഇതിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ഇത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആദ്യം ഞാൻ ഏത് വിഗ്രഹമാണെങ്കിലും മുഖമാണ് ഉണ്ടാക്കുന്നത്. മുഖം ഉണ്ടാക്കി കഴിഞ്ഞേ ഉള്ളൂ എനിക്കൊരു തൃപ്തി വന്നാലേ ഉള്ളൂ നമ്മൾ ബാക്കിയിലേക്ക് കിടക്കത്തുള്ളൂ. അങ്ങനെ പണിത് മാറ്റി വെച്ചു. ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി, ഇത് ആകത്തില്ല എന്നുള്ള ഒരു ഇത് വന്നു. പിന്നെ ഞാൻ പീഠം ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ പീഠം ഒറിജിനൽ എല്ലാ അയ്യപ്പൻ്റെ ഇതിലും പീഠം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പീഠം ഉണ്ടാക്കി. അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കെന്തോ ഒരു ഇതുപോലെ ഷേപ്പ് പോലെ തോന്നി. അങ്ങനെ ഇരുന്നുണ്ടാക്കിയതാണ് ഈ അയ്യപ്പൻ. നമ്മൾ ഈ അയ്യപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? ഇത് ഒരു മാസമൊന്നും അല്ല ഞാൻ ഇതുണ്ടാക്കാനായിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും വെല്ലുവിളി വന്നത് ഈ മാലയായിരുന്നു. എല്ലാം അയ്യപ്പൻ്റെ ഇത് കൂട്ട് മാലയാണ്. ഇതും ചിരട്ടയിൽ ഇങ്ങനെ വലുത് തൊട്ട് ചെറുത് വരെ ഇങ്ങനെ ഒന്നാക്കിയെടുക്കാനായിട്ട് ഈ ഷേപ്പിൽ ഇതുപോലത്തെ തേങ്ങ കിട്ടത്തില്ല, ഇത്ര ചെറുത്. അത് ചിരട്ട ചെറുതായിട്ട് ഒട്ടിച്ചൊട്ടിച്ചാണ് എടുത്തത്. നോക്കി, അദ്ദേഹം പറഞ്ഞത് എത്രയോ ശരിയാണ്. നമ്മളെ ഈ മുകളിൽ നിന്ന് താഴെ വരെ വന്നിട്ടുള്ള ആ മാലയുടെ ഒരു ഇതല്ലേ, ഇതും ചിരട്ടയിലാണ്. ഇത് ഫുള്ള് ചിരട്ടയാണ്. ഇതിന്റെ അടി എല്ലാം ഫുള്ള് ചിരട്ടയാണ്. അടിഭാഗത്ത് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാനുണ്ട്. സന്തോഷേട്ടാ, ഇത് കൂടാതെ നമ്മൾ വേറെയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നേരത്തെ ഉണ്ടാക്കിയതാണ്. വേറെ നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? വേറെ ഇതുണ്ട്, ഗണപതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗണപതിയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്കത് കണ്ടാലോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെ ഗണപതിയുടെ വിഗ്രഹമാണ് ഈ കാണുന്നത് അല്ലേ? എന്ത് പെർഫെക്ഷനാണ്. സന്തോഷേട്ടാ, ഇതിന്റെ ഓരോ പോർഷനുകളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തിട്ടുണ്ടാക്കിയത്? ഇതും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. അത് ഇങ്ങനെയൊക്കെ ഈ കൈയൊക്കെ ആണെങ്കിലും നമുക്കിതൊന്ന് വരച്ച് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് തെർമോക്കോളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ട് അത് വണ്ണം ശരിയാണോ എന്നെല്ലാം നോക്കിയിട്ട് നമ്മളത് കോമ്പസലെടുക്കും. അപ്പോൾ അങ്ങനെ കോമ്പസലെടുത്ത് ആ വണ്ണമാണ് നമ്മൾ ചിരട്ടയിൽ ഇങ്ങനെ കൈ ഉണ്ടാക്കി ആ വണ്ണം ഒപ്പിച്ച് കൊണ്ടുവന്നാണ് ഇങ്ങനെ. ഇതെല്ലാം ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗണപതിയുടെ ആ ഒരു കൊമ്പ്, ചെറിയൊരു കൊമ്പും വലിയ കൊമ്പും, അതുപോലെ തന്നെ ഈ കാലിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ വിരലുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? വളരെ ഡീറ്റെയിലിങ്. അതെ, നമ്മളെങ്ങനെയാണ് ഒരു പിക്ചർ വരച്ച് അല്ലെങ്കിൽ നമ്മളങ്ങനെ ചിത്രം ഒരെണ്ണം മനസ്സിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു ചിത്രം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ വരച്ച് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു ശിലയിലാണ് അല്ലെ തടിയിലാണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വരച്ചിട്ട് ചെയ്യാം. ഇത് ഞാൻ ഈ ഇച്ചിരി ഇല്ലാത്ത ചിരട്ടയിൽ എവിടെ വരയ്ക്കാനാണ്? അല്ല, അതാണ് നമ്മൾ കാണുമ്പോൾ ഇതൊരു മരമല്ല, മറിച്ച് ചിരട്ടയുടെ പല പീസുകൾ ചേർത്തിട്ട് അല്ലേ? ഇത് മുഴുവൻ ചെയ്തത് ചിരട്ടയിലാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്ഷൻ, ഒരു മരത്തിൽ ചെയ്തെടുത്ത പെർഫെക്ഷനാണ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഗണപതിയുടെ വിഗ്രഹത്തിൽ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് പെയിന്റ് ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ അല്ലേ? ഉണ്ടോ, ഇതൊരു ഗോൾഡ് കളർ പോലെ ഒരു വളയ്ക്കും ഇതിനൊക്കെ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. കളർ അങ്ങനെ ഒരു ചിരട്ട ഇല്ലല്ലോ. അപ്പം സന്തോഷേട്ടാ, നിങ്ങളെ സമ്മതിച്ചിരുന്നു, എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടതൊക്കെയാണ് നമ്മളെ സന്തോഷേട്ടൻ. അദ്ദേഹം ഇത് പഠിക്കാൻ പോയിട്ടില്ല, അതുപോലെ തന്നെ ആരും ഇതിനൊരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം സ്വയം ഇരുന്ന് ഉണ്ടാക്കി തുടങ്ങി അല്ലേ? ഇന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള കുറേ അധികം വിഗ്രഹങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആർക്കെങ്കിലും ഇത് മേടിക്കണം വെച്ചെങ്കിൽ സന്തോഷേട്ടൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വാട്സപ്പിൽ എന്ത് ചെയ്യുക, സന്തോഷേട്ടൻ്റെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്തൊക്കെയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിക്ചറായിട്ട് അയച്ചു കൊടുക്കും അല്ലേ? പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് തന്നെ, ആരും വിളിക്കരുത്, പരമാവധി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അല്ലേ? തന്നെയല്ല, എനിക്ക് എന്തെങ്കിലും പണിയാനെങ്കിലും ഉള്ള വേറെ ജോലിയൊന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും മനസ്സിലാക്കി കൊണ്ട് എല്ലാവരും വാട്സപ്പിലൂടെ കണക്ട് ചെയ്യും. അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, സന്തോഷേട്ടനെ പോലെ ഒരു വ്യക്തിയെ നമുക്കത് കണ്ടുമുട്ടാനും അദ്ദേഹം ഉണ്ടാക്കിയ പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.